ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗില്ലി റിലീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. റിലീസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് കാര്യമുണ്ട് ഗൈസ്. കാര്യം ഏകദേശം 15 കോടി, എത്രയാ 15 കോടി രൂപയാണ് 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗില്ലി അടിച്ചു തൂക്കിയത്. ഇന്ത്യൻ റെക്കോർഡാണ്, കോളിവുഡ് അല്ല, സൗത്ത് ഇന്ത്യൻ റെക്കോർഡല്ല, ഇന്ത്യൻ റെക്കോർഡാണ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത് അടുത്തൊന്നും ബ്രേക്ക് ചെയ്യാനും പോകുന്നില്ല. കാര്യം ഈ ഗില്ലി എന്ന് പറയുന്ന സിനിമ റിലീസ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ മുമ്പിലുള്ളൊരു പ്രധാന കടമ്പ എന്ന് പറയുന്നത് ടോളിവുഡ്, തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയാണ്. കാര്യം അവിടെ ഒരുപാട് സ്റ്റാറുകളുണ്ട്. ഈ സ്റ്റാറുകൾക്കൊക്കെ ഗംഭീര ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് അവന്മാർ അവിടെ ഓരോ സിനിമകളുടെ ഇടയ്ക്ക് ഇങ്ങനെ റിലീസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത സിനിമകളിൽ നിന്ന് ഖുഷി എന്ന് പറയുന്ന സിനിമ, നമ്മുടെ പവർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ പടമാണ്. അതാണ് വേൾഡ് വൈഡ് ഒരു ഇന്ത്യൻ റിലീസ് ചെയ്യപ്പെട്ട പടം വാരിയ ഫൈനൽ കളക്ഷൻ റെക്കോർഡ് 7.50 കോടി എന്തോ ആണ്. അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ ബിസിനസ്മാൻ റിലീസായപ്പോൾ റിലീസായപ്പോൾ ഇട്ട ഹയസ്റ്റ് FD കളക്ഷൻ ഏകദേശം 5.5 കോടി രൂപ. ഇതാണ് നിലവിലുള്ള രണ്ട് റിലീസ് റെക്കോർഡുള്ളൂ, ഫൈനൽ കളക്ഷനും ഫസ്റ്റ് ഡേ കളക്ഷനും. ഇത് രണ്ടും ദളപതി ഒറ്റ ദിവസം കൊണ്ട് തകർത്തെറിഞ്ഞിട്ടുണ്ട്. ഇനി റെക്കോർഡ് ഗില്ലിയുടെ പേരിലാണ്. ഏകദേശം 7.80-90 കോടിയാണ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നേക്കുന്നത്. അതിലും പ്രധാനപ്പെട്ട കുറേ സ്ഥലത്ത് റിലീസായിട്ടില്ല. USA UK റിലീസായിട്ടില്ല. അതും കൂടിയൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ 10 കോടി തന്നെ അടിച്ചേനെ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട്. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട പോസ്റ്ററാണ്, ജപ്പാനിൽ ഉൾപ്പെടെ റിലീസ് ആവുന്നുണ്ട്. ഇത് തരംഗമായിരിക്കും. തരംഗം സൃഷ്ടിച്ചിട്ടേ ഗില്ലി എന്തായാലും കളപ്പെടത്തുള്ളൂ. കാര്യം ഒരു റിലീസ് പടം ഇടുന്ന ഒരു ഗംഭീര ഫൈനൽ റെക്കോർഡായിരിക്കും ഗില്ലി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഗൈസ്. കാര്യം ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു സംശയം ഉണ്ടായിരുന്നിരിക്കാം. വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോയാണ്. ഒരു സിനിമാ നടൻ, അത് നല്ല പോപ്പുലാരിറ്റിയുള്ള സിനിമാ നടൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടെ ഉദാഹരണം സുരേഷ് ഗോപിയുണ്ട്. അദ്ദേഹം BJP അനുഭാവി ആയതിനു ശേഷം മറ്റുള്ള പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകൾ, പാർട്ടിയിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപാടുകളിലൊന്നും താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയെ ഇനി കാണുന്നില്ല തീരുമാനം എടുത്തിട്ടുണ്ടാകാം. അങ്ങനെ എടുത്തിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കും അറിയായിരിക്കും. ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഉൾപ്പെടെ അത് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അന്ധമായിട്ടുള്ള താരാരാധനയും അതുപോലെ തന്നെ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ ആരാധനയും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയ് ഒരു പാർട്ടിയിലേക്ക് പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ പുതുതായിട്ടൊരു പാർട്ടി തുടങ്ങുന്നു എന്ന് പറയാൻ നേരത്ത് അദ്ദേഹത്തിന് എല്ലാ പാർട്ടിയിലും ഫോളോവേഴ്സ് ഉണ്ട്. ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമ ടിക്കറ്റ് എടുത്ത് കാണുന്നവരാണ്. ഇവരൊക്കെ പുതിയൊരു സിനിമ ഇപ്പോൾ ഗോട്ട് റിലീസാകാൻ പോകുന്നു, ബിഗ് ബഡ്ജറ്റ് പടമാണ്. അപ്പോൾ അത് റിലീസാകുമ്പോൾ ഇവർ ചിന്തിക്കുകയാണ്, പൊളിറ്റിക്കൽ പാർട്ടിയാണോ വലുത്, വിജയോടുള്ള ആരാധനയാണോ? അങ്ങനെ ചിന്തിക്കാൻ ചിലവർക്ക് ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റും. ഞാൻ വിജയുടെ സിനിമ കാണും, വിജയ് ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും വിജയുടെ സിനിമ കാണും എന്ന് തീരുമാനം എടുക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് വിജയുടെ ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ചിലപ്പം വിജയുടെ സിനിമ ഇനി അങ്ങോട്ട് കാണണ്ട എന്ന് വയ്ക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ ആ സിനിമയുടെ കളക്ഷൻ അത് ബാധിക്കത്തില്ലേ? അവരുടെ കുടുംബങ്ങളും ചിലപ്പം ആ രീതിയിൽ മാറി നിൽക്കും. അപ്പം നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്കുണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതിനൊരു ഉത്തരമാണ് ഇപ്പോൾ ഗില്ലി റിലീസ് തന്നേക്കുന്നത്. കാര്യം ഒരു റിലീസ് പടത്തിന് ഇത്രയും വലിയൊരു ഓളം തിയേറ്ററിൽ ഉണ്ടാക്കാൻ വരുന്നുണ്ടായി. കാര്യം തമിഴ്നാട്ടിലൊക്കെ ഒരു ഉത്സവമായിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൾട്ട് ക്ലാസിക് എന്ന് പറയുന്ന അവരുടെ ഈ ഒരു സിനിമ. ക്ലാസിക് സിനിമ എന്ന് ഉദ്ദേശിച്ചത് ഇതൊരു ക്ലാസിക് സിനിമയൊന്നുമല്ല, പക്ഷേ ഇതൊരു കൾട്ട് സ്റ്റാറ്റസ് നേടിയൊരു സിനിമയാണ്. അത്രമാത്രം ഫാൻ ബേസ് ഉള്ളൊരു സിനിമയാണ്. ആ പടത്തിന് ഇപ്പോൾ ശരിക്കും ഡബ്ബിങ് തിയേറ്ററിൽ നടക്കുകയാണ്. ഓഡിയൻസ് പാട്ടുകൾ അതേപോലെ നിന്ന് പാടുന്നു, ഡയലോഗുകൾ പറയുന്നു. ഭയങ്കര ഒരു വൈബാണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് റിലീസ് ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി കണ്ട 2 സിനിമകളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അതിൽ ഒന്ന് നമ്മുടെ ലാലേട്ടൻ്റെ സ്പടികം 4K റിലീസ് ആയതാണ്. ഏകദേശം 4.5 കോടിക്ക് മുകളിലാണ് സ്പടികം 4K വേൾഡ് വൈഡ് കളക്ട് ചെയ്ത് 3ാം സ്ഥാനത്തായിരുന്നു നിന്നത്. അതായത് ഖുഷി ബിസിനസ്മാന് ശേഷം 3ാം സ്ഥാനത്താണ് വേൾഡ് വൈഡ് റിലീസിൽ നമ്മുടെ സ്പടികം നിന്നത്. അത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് മലയാള സിനിമയെ സംബന്ധിച്ച്. ഇപ്പം 4ാം സ്ഥാനത്തേക്ക് പോയി ഗില്ലി വന്നപ്പോഴത്തേക്ക്. അപ്പം 4ാം സ്ഥാനത്തേക്ക് പോയെങ്കിലും ഒരു മലയാള സിനിമ ആ ലെവലിൽ നിൽക്കുന്നു. ഇനി അങ്ങോട്ട് ലാലേട്ടൻ്റെ മറ്റൊരു സിനിമ റിലീസ് ചെയ്താലോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മറ്റേത് താരത്തിൻ്റെ സിനിമ ഇവിടെ മോളിവുഡിൽ നിന്ന് റിലീസ് ചെയ്താലോ സ്പടികം ഇട്ട റെക്കോർഡ് ഇട്ട് തകർക്കാൻ പോകുന്നില്ല. അത് 100% ഉറപ്പുള്ളൊരു കാര്യം അത്രമാത്രം ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉള്ള പടമായിരുന്നു സ്പടികം. അത് തിയേറ്ററിൽ എൻജോയ് ചെയ്യണമെന്ന് ആളുകൾ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നൊരു സിനിമയാണ്. അപ്പോൾ സ്പടികം 1. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് സൂര്യ സൺ ഓഫ് കൃഷ്ണ എന്ന് പറയുന്ന വാരണായിരത്തിൻ്റെ തെലുങ്ക് ഡബ്ഡ് വേർഷനാണ്. അതവിടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു റിലീസ് ചെയ്തു. ഏകദേശം 3.5 കോടിയാണ് ഫൈനൽ കളക്ഷനായിട്ട് ആ വേർഷൻ കളക്ട് ചെയ്ത്. അത് ഓർക്കണേ, ഒരു അന്യഭാഷ താരത്തിൻ്റെ സിനിമ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് റിലീസ് ചെയ്തിട്ട് ഇട്ടൊരു റെക്കോർഡ്. അപ്പോൾ ആ സിനിമയ്ക്ക് മേൽ തമിഴന്മാരല്ല തെലുങ്കന്മാർ എന്തോരം ക്രേസ് വെച്ചിട്ടുണ്ടായിരിക്കും. കാര്യം അന്ന് സൂര്യയ്ക്ക് നല്ലൊരു ഫാൻ ബേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു സിനിമയാണിത്. അവർക്കൊരു വികാരമാണ് ഈ പടം. അവർ ഈ പടം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. ഇതും മറ്റൊരു താരത്തിന് പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നടക്കത്തില്ല എന്നുള്ളൊരു ഉത്തരം മാത്രമേ പറയാനുള്ളൂ. കാര്യം നടക്കത്തില്ല ഗൈസ്, അത്രയുള്ള സൂര്യ വേറെ ലെവലാണ്. ആന്ധ്ര തെലങ്കാനയിൽ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന വേവ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗില്ലിയാണ്. ഗില്ലി എന്തായാലും ഗില്ലി ഇടാൻ പോകുന്ന ഫൈനൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 25 കോടിക്കും 40 കോടിക്കും ഇടയിലുള്ള ഒരു ഫിഗർ ആയിരിക്കും വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷനായിട്ട് വരാൻ പോകുന്നത്. ആ കളക്ഷൻ അടുത്തൊന്നും ഒരു സിനിമയും അടുത്തൊന്നുമല്ല, അത് വേറൊരു സിനിമ ബ്രേക്ക് ചെയ്യുമെന്ന് വളരെ സംശയമാണ്. ഇന്ത്യയിൽ തന്നെ നടക്കത്തില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ലെവലിലേക്ക് ഗില്ലി അത് ക്രിയേറ്റ് ചെയ്ത് വെക്കും. സിനിമയിൽ നിന്ന് അങ്ങേര് കളവഴിഞ്ഞ് പോകുമെങ്കിൽ പോകുന്നതിന് മുമ്പേ ഒട്ടുമിക്ക റെക്കോർഡുകളും അങ്ങേരുടെ പേരിലാക്കിയിട്ട് തന്നെയായിരിക്കും കളവഴിഞ്ഞ് പോകാൻ പോകുന്നതും. എന്തായാലും ഗില്ലി 4K ഇപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.